ശംശായിക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്, നമ്മുടെ ദൈവം നിസ്സാരക്കാരനാണോ? നമ്മുടെ ദൈവമാരാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിറകൊള്ളും. അത്രമാത്രം കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. ഈ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ സൂത്രങ്ങളൊന്നും വിലപ്പോകില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഈ ദൈവത്തെ അറിഞ്ഞാൽ പിന്നെ നമ്മൾ വെറും പതിരായി ജീവിക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല. അതേക്കുറിച്ചൊരു ചിന്ത നമുക്ക് ഉണ്ടാകത്തുമില്ല. നമ്മൾ ശരിക്കും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കതിരായി മാറാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. ഒരു സംഭവം ഞാൻ ഓർക്കാണ്. ഒരു മനുഷ്യൻ പറഞ്ഞാണ്, പുള്ളി ധ്യാനം കൂടാൻ പോയി. അപ്പോൾ ആ ധ്യാനത്തിന് മുമ്പുള്ള പുള്ളിയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മദ്യപാനം പുള്ളിക്ക് ശീലമാണ്, ഇല്ലാതെ പറ്റത്തില്ല. ഏതായാലും ധ്യാനം കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം പുള്ളി എടുത്തു. സ്ട്രോങ് ഡ്രിങ്ക്സ് വേണ്ട, വിസ്കി, ബ്രാൻഡി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി ഉപേക്ഷിച്ചു. പക്ഷെ എന്നാലും പുള്ളിക്ക് ബിയർ കുഴപ്പമില്ലാന്ന് തോന്നി, അത് കുടിക്കുമായിരുന്നു. ഇനി അതിനോടുള്ള ഒരു ദാഹം പുള്ളിയുടെ മനസ്സിൽ ഉയർന്നു വന്നിരുന്നു. ഇത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ധ്യാനം കൂടി. ആ ധ്യാനത്തോടു കൂടി ആ മനുഷ്യൻ പറഞ്ഞത്, പിന്നെ എനിക്ക് കുടിച്ച ഒരാളുടെ അടുത്ത് പോലും ഇരിക്കാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു മാറ്റം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു. ദൈവം വരുത്തിയ മാറ്റം. അതാണ് പുള്ളി പറഞ്ഞത്, ഞാൻ അതിനുശേഷം എനിക്ക് മദ്യപിച്ച ഒരാളുടെ അടുത്ത് ഇരിക്കാൻ പോലും പറ്റുന്നില്ല. ദൈവം ഒന്ന് ഇടപെട്ടാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന കാര്യം, ആ ദൈവം ഇടപെടാൻ വേണ്ടി, ഒരുപക്ഷെ കൊടിയ ഭാവികളാണ് നമ്മുടെ കുടുംബത്തിലുള്ളവരെങ്കിലും അവരുടെ ജീവിതത്തിൽ ദൈവം ഒന്ന് ഇടപെടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യേണ്ടത്. ഇനി അവരെ കുറ്റപ്പെടുത്തി അവരുടെ പുറകെ നടന്ന് ഉപദേശങ്ങൾ കൊടുക്കാൻ നോക്കുന്ന ആ സമയത്ത് ദൈവത്തിൻ്റെ അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ചിലപ്പോൾ ദൈവം അവരെ തൊട്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഇതുപോലത്തെ മാറ്റങ്ങൾ വരാവുന്നതേ ഉള്ളൂ. ആദ്യമായിട്ട് നമുക്ക് തിരിച്ചറിയാം, വചനം കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവമില്ലാത്തവര് പതിരാണ്. നമ്മളാരെങ്കിലും അങ്ങനെ പതിരായിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? ഒരു കാര്യം, ദൈവമില്ലാത്തവർ വെറും പതിരാണ്. ദൈവം ഇല്ല എന്ന് പറയുന്നത് ആരാണ്? വിഡ്ഢികൾ. സങ്കീർത്തനം 14 ഒന്നാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവമില്ല എന്ന് വിഡ്ഢികൾ പറയുന്നു. അറിവുള്ളവര്, ബോധമുള്ളവര്, ജ്ഞാനമുള്ളവര് ഒരിക്കലും ദൈവമില്ല എന്ന് പറയത്തില്ല. അതാണ് വചനത്തിൽ നമ്മൾ കാണുക. യോഹന്നാൻ 15:5 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. ജെറമ്യായുടെ പുസ്തകം 17 അധ്യായം അതിൻ്റെ 5 വചനം എടുത്താലോ, മനുഷ്യരിൽ ആശ്രയിക്കുന്നവര് ശപിക്കപ്പെട്ടവരാണ്, അവർ വെറും പതിരാണ്. കർത്താവിൽ ആശ്രയിക്കുന്നവരാണ് ശരിക്കും കതിരായി മാറുക എന്നുള്ളത് 7 വചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ലൂക്ക 3 അധ്യായം അതിൻ്റെ കാതലായ സന്ദേശവും ഇത് തന്നെയാണ്. ലൂക്ക 3 അധ്യായത്തിൻ്റെ 17 വചനം, ജെറമ്യ 15:7 വചനം, അവിടെ എല്ലാം പറഞ്ഞിട്ടുണ്ട്, വീശുമുറം കയ്യിലുള്ളവനാണ് നമ്മുടെ ദൈവം. അവനെന്ത് ചെയ്യും? വീശുമുറം എന്തിനാണ്? പാറ്റാനുള്ളതാണ്. അത് കതിരിൽ നിന്നും പതിരിനെ മാറ്റാനുള്ളതാണ് വീശുമുറം. അത് ദൈവത്തിൻ്റെ കരങ്ങളിലുണ്ട് എന്നുള്ളത് ദൈവം കൃത്യമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായി 13 അധ്യായം 30 വചനം, 40 വചനം, ഇതെല്ലാം എടുക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, നെല്ലിനെ കളയിൽ നിന്നും വേർതിരിച്ച് കാണിച്ചിരിക്കുന്നത്. കളയെന്ന് പറഞ്ഞാൽ അതിനെന്ത് വിലയാണ് ഉള്ളത്? ഒരു വിലയില്ല. ഒന്നിനും കൊള്ളാത്തത് കള. വിത്തിൽ നിന്ന് അല്ലെങ്കിൽ നല്ല നെല്ലിൽ നിന്നും ദൈവം വേർതിരിക്കും എന്നുള്ളത് കർത്താവിൻ്റെ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കാൻ. ദൈവത്തിൻ്റെ മുമ്പിൽ സെലക്ഷൻ കിട്ടണമെങ്കിൽ നമ്മൾ ആരാകണം? നല്ല കതിരായി മാറണം. അല്ലാതെ പതിരായിട്ടോ കളയായിട്ടോ നമ്മൾ ജീവിച്ചാൽ അത് നമുക്ക് ഉണ്ടാകത്തില്ല. രണ്ടാമത്തെ കാര്യം, വചനം കൃത്യമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, ദൈവം കൂടെയുള്ളവര് സുരക്ഷിതരാണ്. ദൈവം കൂടെ ഇല്ലെങ്കിൽ നമ്മൾ ആ സുരക്ഷിതത്വം അനുഭവിക്കത്തില്ല. ദൈവം തരുന്ന ഒരു സുരക്ഷിതത്വം. ജോബ് 1 അധ്യായം 10 വചനം, ദൈവം ജോബിന്റെ കുടുംബത്തിനും വേലികെട്ടി സംരക്ഷണം കൊടുത്തു. സുരക്ഷിതത്വം ദൈവം ഏർപ്പെടുത്തിയതാണ്. ഇനി കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, വിശ്വസ്തർക്ക് ദൈവം സുരക്ഷിതത്വമായിരിക്കും, കോട്ടയായിരിക്കും. അവിശ്വസ്തർക്ക് ചിലപ്പോൾ ദൈവം കാലനായി മാറാം. എന്ന് പറഞ്ഞാൽ ദൈവം കൊടുത്തിരുന്ന ആ ഒരു സംരക്ഷണം പിൻവലിച്ചു കഴിഞ്ഞാൽ ശത്രുക്കൾ അവരെ കാലന്മാരെ പോലെ വന്ന് നമ്മളെ തകർക്കും എന്നുള്ളത് വചനം പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 27:1, കർത്താവ് നിങ്ങൾക്ക് കോട്ടയായിരിക്കും. ആർക്കാ? ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക്. സങ്കീർത്തനം 27:5 കൂടി എടുക്കുകയാണെങ്കിലോ, കർത്താവ് വിശ്വസ്തരെ തൻ്റെ ഉള്ളിൽ സുരക്ഷിതരാക്കി അവരെ സംരക്ഷിക്കും, തൻ്റെ കോട്ടയ്ക്കുള്ളിൽ അവർക്ക് അഭയം നൽകും എന്നുള്ളത് വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അവിശ്വസ്തരോട് കർത്താവ് കാണിക്കുന്ന എന്താണെന്ന് യെശയ്യാ 5 അധ്യായം 5 വചനം വായിച്ചാൽ മനസ്സിലാവും. വേലി പൊളിച്ചിട്ട് ശത്രുക്കൾക്ക് അവരെ വിട്ടുകൊടുക്കും. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ നമ്മുടെ ജീവിതത്തിലോ കുടുംബത്തിലോ നമ്മൾ ഒരിക്കലും സുരക്ഷിതരാകത്തില്ല. നമുക്ക് വേണമെങ്കിൽ വലിയ ബംഗ്ലാവ് വെക്കാം, അതിന് വലിയ പൂട്ടുപിടിപ്പിക്കാം, വേണമെങ്കിൽ നമുക്ക് മതിൽ കെട്ടാം, ഗേറ്റ് ഉണ്ടാക്കാം, അതൊക്കെ പൂട്ടിയിടാം. പക്ഷേ അതിലൂടെ ഒന്നും നമ്മൾ സുരക്ഷിതരാകണമെന്നില്ല. അതാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുക. എസെക്കിയേൽ 28:7 മുതൽ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് തൻ്റെ ജനത്തെ ശത്രുക്കൾ വന്ന് കീഴടക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു രംഗം. അതും ഏറ്റവും ശക്തരായിട്ടുള്ള ഭീകരരായിട്ടുള്ളവരെ നിങ്ങൾക്കെതിരെ അയക്കും എന്ന് കർത്താവ് അവിടെ
സൂചിപ്പിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതെല്ലാം സംഭവിക്കുന്ന ആർക്കാണ്? അവിശ്വസ്തർക്ക്, ദൈവത്തെ വിട്ടുനിൽക്കുന്ന വ്യക്തികൾക്ക്. മൂന്നാമതായിട്ട് നമ്മൾ കാണുന്നത് നമ്മുടെ ദൈവം ആരാണ് അറിഞ്ഞാൽ നമ്മൾ വിറകൊള്ളും. ആ ദൈവത്തെ വിട്ടിട്ട് നമ്മുടെ കഴിവിൽ ആശ്രയിക്കാൻ ഒരിക്കലും നമ്മൾ മനസ്സ് വെക്കത്തില്ല. മിഖായേൽ എന്ന പദത്തിന്റെ അർത്ഥം, മുഖ്യദൂതന്മാരിൽ ഒരാളാണ് മിഖായേൽ. അർത്ഥം എന്താ? ദൈവത്തെ പോലെ ആരുണ്ട്? നമ്മുടെ ദൈവത്തെ പോലെ മറ്റാരുമില്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പുറപ്പാട് 15:8 വചനം, അവന്റെ നിശ്വാസത്താൽ ജലം ഒരുമിച്ചുകൂടി. ജലം കുന്നുകൂടുന്നത് കാണാൻ പറ്റും അവനൊന്ന് നിശ്വസിച്ചപ്പോൾ. രണ്ടാമതൊരു കാര്യം, പ്രവാഹങ്ങൾ നിശ്ചലമായി, വെള്ളത്തിന്റെ ഒഴുക്ക് അവിടെ നിന്നു, കടൽ ഉറഞ്ഞ് കട്ടിയായി മാറി. ഇതെല്ലാം ദൈവം ഒന്ന് നിശ്വസിച്ചപ്പോൾ ഉണ്ടായ കാര്യങ്ങളാണ്. പുറപ്പാട് 19:10 മുതൽ വായിച്ചാലോ, അവന്റെ സാന്നിധ്യത്തിൽ മല കുലുങ്ങി, ആ മല മേഘം കൊണ്ട് അല്ലെങ്കിൽ പുക കൊണ്ട് മൂടി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിച്ചത് ഈ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. യൂദിത്ത് 16:15 വായിച്ചാലോ, അവന്റെ സാന്നിധ്യത്തിൽ പാറ മെഴുകുപോലെ ഉരുകും. ജോബ് 41:21 വായിച്ചാൽ, അവന്റെ ശ്വാസം കരിക്ക് പാടശേഖരത്തിന് തീ കൊളുത്തും. വേണമെങ്കിൽ വിളഞ്ഞു കിടക്കുന്ന പാടശേഖരമായിരിക്കാം, അവരൊന്ന് നിശ്വസിച്ചാൽ അതെല്ലാം കത്തിച്ചാരമായി മാറും. യോഹന്നാൻ 18:6, യേശുവിനെ പിടിക്കാമെന്നവരെ ഇത് ഞാനാണ് എന്നൊരു വാക്ക് പറഞ്ഞതേ ഉള്ളൂ, അവരെല്ലാവരും മറിഞ്ഞു വീഴുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും. മത്തായി 17:27 വായിച്ചാലോ, ഒരു മത്സ്യത്തിന്റെ ഉള്ളിലിരുന്ന നാണയം കണ്ട ഒരു വ്യക്തിയാണ് യേശു. അതേക്കുറിച്ച് അദ്ദേഹം പ്രവചിക്കുന്നതായിട്ടും നമുക്ക് ഈ അധ്യായത്തിൽ കാണാൻ പറ്റും. ഈ ദൈവം കൂടെയുള്ളവർ ആരാണ്? ഈ ദൈവം കൂടെയുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? അതാണ് അവസാനമായിട്ട് നമ്മൾ കാണുക. ജെറമ്യാ 20:11, കർത്താവ് കൂടെയുള്ളവർക്ക് വേണ്ടി കർത്താവ് വീരയോദ്ധാവിനെ പോലെ യുദ്ധം ചെയ്യും. യെശയ്യാ 43:1 മുതൽ വായിച്ചാൽ, ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ താങ്ങും. നീ വെള്ളത്തിൽ വീഴാം, അഗ്നിയിലൂടെ നടക്കാം, പക്ഷേ ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിന്നെ താങ്ങും. യെശയ്യാ 45:2 വചനം എടുത്താൽ, ഞാൻ നിനക്ക് മുമ്പേ പോകും, എന്നിട്ട് എന്ത് ചെയ്യും? പിച്ചളവാതിലുകൾ തകർക്കും. അങ്ങനെ നിനക്ക് വേണ്ടി ഞാൻ പാതയൊരുക്കും. 2 മക്കബായർ 8:18 പറഞ്ഞിട്ടുണ്ട്, തൻ്റെ അങ്കുലി ചലനം കൊണ്ട് ശത്രുക്കളെ മാത്രമല്ല, നിന്റെ ശത്രുക്കളെ മാത്രമല്ല, ലോകം മുഴുവനെയും തറവറ്റിക്കാനുള്ള ശക്തി ദൈവത്തിനുണ്ട്. ഈ ദൈവത്തിൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നിന്ന് ശക്തരാകുവാൻ നമുക്ക് ആഗ്രഹിക്കുകയും അതിനായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് ശിരസ് നമിച്ച് സ്വീകരിക്കാം. ദൈവത്തിൻ്റെ വചനത്താൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചു. നമുക്കിനി ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും, നമുക്ക് ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടോ അവരുടെ ആവശ്യങ്ങളും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.